ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചായ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? കമന്റിലൊക്കെ വരാറുണ്ട്. സ്വഭാവം അങ്ങനെയല്ല കേട്ടോ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ആരെങ്കിലും ആണോ അങ്ങനെ? എന്റെ ആരുമല്ലേ മാർക്ക്. പക്ഷെ ഞങ്ങളെ അതെ ചീറ്റ് ചെയ്തു. പക്ഷെ ഞങ്ങള് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോട്ട് ചെയ്യുന്നുണ്ടെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. മാർക്കോടെ ഈ ഒരു റീക്രിയേഷൻ അവരൊരു ഒരു മത്സരം പോലെ വെച്ച് അത് നമുക്ക് ഒട്ടും ഞങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അത് എല്ലാവരും വിജയികളാണ്. പക്ഷെ ഞങ്ങളുടെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അത് എങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഗ്യാരേജ് ഫുള്ള് ഞങ്ങൾ തീയിട്ട്. ഞങ്ങൾ അതിൽ ഒരു VFX കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യനെ ഞങ്ങൾ നിർത്തി കത്തിച്ച് അത് അതുപോലെ ഒരു ദിവസം 1 സെക്കൻഡ് 2 സെക്കൻഡ് സാധനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ. അങ്ങനെ 10 ദിവസം 2 സെക്കൻഡ് എടുക്കാൻ വാഗമണ് പോയി. 2 സെക്കൻഡ് എടുക്കാൻ വേണ്ടി. സിനിമ സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു കിടിലൻ ടീമാണ് എന്റെ കൂടെ ഉള്ളത്. വെൽക്കം. നമസ്കാരം. ഇപ്പൊ ഒരു ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണല്ലോ. നിങ്ങളുടെ റീല് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ പറയുമ്പോഴേക്കും ചിലപ്പോ ആളുകൾക്ക് കത്തിയിട്ടുണ്ടാവില്ല. ഞാൻ ഇവരുടെ എന്താ പറയാ ജയഹേയുടെ റീല് കണ്ടിട്ടുണ്ട്. അത് കിടിലനായിരുന്നു. ഞാൻ ഷെയർ ചെയ്തതാ. അത് കഴിഞ്ഞപ്പോഴേക്കാണ് ചേട്ടനാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. വൈഫ് ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? അപ്പൊ ആ ടീമായിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ പേര് അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്ത ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടി പേര് പറഞ്ഞു തുടങ്ങി. എന്റെ പേര് ഹരി രാമേന്ദ്രൻ. അതെ. എന്റെ പേര് കിഷോർ രവി. നന്ദു, ബിപിൻ, സ്റ്റെഫിൻ. ഞാനും ദിബിൻ. എല്ലാവരും ഓച്ചിറക്കാരാണ്. അതെ അതെ. നിങ്ങളുടെ ഈ ഓച്ചിറയുടെ റീലൊക്കെ അത്യാവശ്യം നല്ല ഷെയറും അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അതായത് ഞാനും കണ്ടിട്ടുണ്ട് ഓച്ചിറയുടെ റീലൊക്കെ. ഈ ഓച്ചിറ 28ാം ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓച്ചിറ കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് ഒരു ആവേശം മനസ്സില്ലേ? ഞങ്ങളുടെ സ്ഥലം കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് എന്തും. ഓച്ചിറ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഓച്ചിറക്കാള. നമ്മുടെ ഏറ്റവും വലിയ നന്ദികേശൻ, അതായത് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ നന്ദികേശന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. അത് കാളയും നല്ല റീച്ചാണ്, അത്യാവശ്യം എല്ലാവർക്കും അറിയാം. കാലഭൈരവൻ എന്ന പേര്. കൊറേ റീൽസ് ഒക്കെ പോയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ? കാള വീണു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നിങ്ങൾ എങ്ങനെയാ മാനേജ് ചെയ്തത്? മാനേജ് പറഞ്ഞാൽ ഒരാഴ്ച അത്ര നാളത്തെ കഷ്ടപ്പാടല്ലേ ഒരു നിമിഷം കൊണ്ട് വീണ്. അത് ഹൈവേയുടെ പണിയൊക്കെ നടക്കില്ലേ. അപ്പൊ അങ്ങനെ കാളയ്ക്ക് അവിടെ എത്തിയപ്പോ ഒരു ചരിവ് വന്ന് നല്ല വെയിറ്റ് ഉള്ള അന്തരീക്ഷ രൂപമാണ്. അങ്ങനെ ഒരു സൈഡിലേക്ക് ചാഞ്ഞ് മറിഞ്ഞു വീണത്. ഓർക്കുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. അത്രയും ദിവസത്തെ എഫേർട്ട്. അത് എത്ര നാളെടുക്കും അതൊന്ന് പണി തീർത്ത് വരാനായിട്ട്? 2 മാസം എടുക്കും. 2 മാസം എടുക്കും അല്ലെ? ഇത് എങ്ങനെയാ ഒരു ദിവസം അത് വലിച്ച് എന്താ പറയാ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഓണം കഴിഞ്ഞ് 28 ദിവസം കഴിയുമ്പോൾ അതിന് 28ാം ഓണം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തർ കരയിൽ വെച്ച് നന്ദീശനെ നിർമ്മിച്ചിട്ട് എല്ലാവരുടെ വലിച്ച അമ്പലത്തിനകത്ത് കയറ്റുന്നത്. അതാണ് ചടങ്ങ്. ഇത് എല്ലാരും എന്താ പറയാ കുറെ ആളുകൾ ഉണ്ടാവും തോന്നുന്നു. അതായത് നിങ്ങൾ ഇത്ര പേരെ നിയമിക്കാതെ ഒരുപാട് ആളുകൾ നാട്ടുകാരൊക്കെ കൂടി വരും അല്ലെ? 52. ഇത് തൃശ്ശൂർ പൂരത്തിനെക്കാട്ടിലും തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഏറ്റവും വലിയ ഉത്സവമാണ് 28 ഓണം എന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് തൃശ്ശൂർ പൂരത്തിനെ കടത്തി വെട്ടും 28 ഓണം. കടത്തി വെട്ടും. തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ വാ വരാൻ പറയാം. പക്ഷെ ഒരുപാട് ആൾക്കാരാണല്ലേ ഓരോ. എത്ര ദിവസം? ഒരു ദിവസം ഉള്ളു. തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അത് ഹെലിക്യാം ഷോട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഏക്കർ കണക്കിന് സ്ഥലം അവിടെ ഫുള്ള് നിറഞ്ഞ് തിങ്ങിയിരിക്കുന്നതാണ്. എനിക്ക് അടുത്ത പ്രാവശ്യം വരണം. ആണല്ലേ? അപ്പൊ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഹിറ്റ്ലർ ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്താണ്. ആ സീനൊന്നും നമ്മൾ ഒരിക്കലും മറക്കൂല. അത് ആ ഒരു സീൻ പിക്ക് ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങളിപ്പോ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ പഴയ എവർഗ്രീൻ കോമഡികളുണ്ടല്ലോ, എല്ലാവരും മനസ്സിൽ തങ്ങിയിരിക്കുന്നത്. അത് തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പോൾ ഒരു സ്വീകാര്യത കിട്ടും എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചെയ്തതാണ്. അതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണിക്കണം എല്ലാരും. കാരണം അല്ലെങ്കിൽ കമന്റ് ഫസ്റ്റ് വീഴുന്ന കമന്റ് ഇതായിരിക്കും, ഇരിക്കുന്ന ഇതിനൊക്കെ ഏതാണ്
അതുകൊണ്ട് വർക്ക് ഒന്ന് കാണിക്കണം, വെറുതെ ചീത്തോളി കൊള്ളാൻ വയ്യ, അതുകൊണ്ട്. ഇല്ല, അത് കുറെ പേര് കണ്ടിട്ടുണ്ട്, ഏകദേശം നല്ല ഷെയറും ഒക്കെ പോയിട്ടുണ്ട്. ഇത് ആദ്യമേ ഇടുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതായത് നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് തോന്നുന്നതായിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്നാലും പുറത്തേക്ക് ഇത് ആൾക്കാർക്ക് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമോ നിങ്ങളുടെ എല്ലാവരുടെ ഇടയ്ക്ക്? അപ്പൊ അത് മാറി, അതിപ്പം മാറി, നല്ലതുപോലെ മാറി. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഇതിലെ ഔട്ട്പുട്ടുള്ള വർക്കൊക്കെ ഉള്ളതാ, അതൊന്നും ഒരു സ്വീകാര്യതയും കിട്ടിയില്ല. ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. എനിക്ക് അതിന്റെയൊക്കെ സീൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നല്ലോ, പക്ക ഒരു സിനിമയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇടുന്ന ഒരു എഫേർട്ട് അടിപൊളിയാണ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും നന്ദു. ക്യാമറ എഡിറ്റിംഗ് ഡയറക്ഷൻ ഫുള്ള് നന്ദു. ഇതെങ്ങനെയാ, എനിക്ക് അറിയണ്ടേ ലൊക്കേഷൻ എങ്ങനെയാ നിങ്ങൾ പിക്ക് ചെയ്യുന്നേ? തപ്പു വൈകിട്ട് ഇറങ്ങും. ഇതിനു വേണ്ടി ഒരു ദിവസം തന്നെ എടുക്കും? ചോദിക്കും, നാണം കെട്ടൊക്കെ ചോദിക്കും. ഒരു ഹോട്ടലില് ഷൂട്ട് ഉണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും, ഹോട്ടൽ അടയ്ക്കുന്നവരെ. കഴിയുമ്പോ അകത്തോട്ട് കയറി ചെല്ലും, ചേട്ടൻ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. നാണം കെട്ടായാലും ഞങ്ങളങ്ങ് ചോദിച്ച് മേടിക്കും. നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോസ് വെച്ചൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കാം. നിങ്ങൾ ആദ്യമേ ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യമേ ഫേസ് ചെയ്തവര്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ, അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എങ്ങനെയൊക്കെ ലൊക്കേഷൻ കിട്ടും എന്തൊക്കെയാലും. ഫസ്റ്റ് വീഡിയോ ഒക്കെ റോളക്സ് ആയിരുന്നു ചെയ്തത്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ചെയ്തത്, ഗ്യാരേജ് 29 എന്ന് പറഞ്ഞിട്ട്. അവിടെ അത് ഫസ്റ്റ് വീഡിയോ ആണ് ചെയ്തത്, അവിടെ തുടങ്ങിയത്. പ്രൊമോഷൻ ആട്ടോ. അത് പറയണ്ടായിരുന്നു. ഒട്ടുമിക്ക വീഡിയോസിലും ഞങ്ങളുടെ ഗ്യാരേജില് ലീവ് ചിലപ്പോ ലീവ് കിട്ടത്തില്ലായിരുന്നു. ഇത് അങ്ങനെ ഒരു ഉപകാരം ഇപ്പൊ കിട്ടിയില്ലേ? ഇങ്ങനെ എന്താണെങ്കിൽ ലീവ് കിട്ടില്ലേ? പിന്നെ അല്ല, ഇപ്പൊ പാടായിരുന്നു കുറച്ച്. ഇപ്പൊ ഞങ്ങളെന്തോന്ന് ചാടിയതാണ്. ഇന്ന് ലീവ് എടുത്ത് വന്നത് ഞങ്ങളുടെ മെയിൻ. പിന്നെ ലീവ് എടുക്കണമല്ലോ, ഒരു സന്തോഷമുള്ള ദിവസം ആയതുകൊണ്ട് ലീവ് എടുക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചായ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? കമന്റിലൊക്കെ വരാറുണ്ട്. സ്വഭാവം അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോഴേക്ക് അത് ഇപ്പഴാകുമ്പോ ആ വിഷയം ഇങ്ങനെ കത്തിക്കേറി നിക്കുന്നതുകൊണ്ട് എടുത്തു പറഞ്ഞ സ്വഭാവം അങ്ങനെയല്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ, ദൈവമേ ഇത് ഇങ്ങനെ ആരെങ്കിലും ആണോ? അങ്ങനെ എന്റെ ആരുമല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരുമല്ല. കമന്റ് വരാറുണ്ടല്ലേ? കമന്റ് ഒക്കെ വരാറുണ്ട്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന് ഫുള്ള് കമന്റ് ചെയ്തായിരുന്നു. എന്റെയും വൈഫിന്റെ സേവ് ഡേറ്റ് അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു. അതിന്റെ കമന്റ് ഫുള്ള് കമന്റ് വരാറുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചായ ഉണ്ട് എന്നൊക്കെ? നിങ്ങക്ക് അങ്ങനെ തോന്നൂല എല്ലാ ദിവസവും കാണുന്നത്? എന്നെ അറിയാത്ത ഒരാൾക്ക് തോന്നുള്ളൂ, പെട്ടെന്ന് കാണുന്ന ഒരാൾ. ഇപ്പൊ ഈ ഹിറ്റ്ലറിന്റെ ആ ഒരു ഇതെടുത്തെന്ന് പറഞ്ഞില്ലേ, സീൻസ് ഒക്കെ എടുത്തെന്ന് പറഞ്ഞില്ലേ, ഈ സീൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുന്നത് ആരൊക്കെയാ? അതായത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുവോ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ദിവസമൊക്കെ? അങ്ങനെ നിങ്ങൾ എല്ലാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അതാ ചോദിച്ചത്. ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓരോന്ന് പ്ലാൻ ചെയ്യും. നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തുടങ്ങിയത്? എവിടെ നിന്ന് കിട്ടി എല്ലാരും? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരുണ്ട്, അയൽക്കാരുണ്ട്. ഇപ്പൊ കോളേജ് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പാഷൻ ഉണ്ട്, വീഡിയോസ് ഒക്കെ ചെയ്യും. അങ്ങനെ നന്ദുവിനെ പരിചയപ്പെട്ടു. നന്ദുവും വീടിനടുത്ത് തന്നെയാണ്. നന്ദു ആനിമേഷൻ ഒക്കെ പഠിച്ചിട്ട് നിൽക്കുന്ന സമയം പിന്നെ അവന്റെ കഴിവ് സിനിമാറ്റോഗ്രാഫിയിലാണെന്ന് അവന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? എന്തോ ഒരു കോമ്പറ്റീഷൻ എനിക്കപ്പോ മനസ്സിലായി എന്നിലൊരു കഴിവുണ്ട്. അതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു പഠിക്കാൻ പോയത്. അങ്ങനെയുണ്ടോ? പറ്റുമെന്ന് തോന്നി. അങ്ങനെ ആളെ കണ്ടുപിടിച്ചു. പിന്നെ അത് എവിടെന്നാ പോയത്? അല്ല, ഇത് എവിടെന്നാ ശരിക്കും പോയത്? നന്ദൂന്നാണോ തുടങ്ങിയത്? അതൊന്ന് ഫീൽഡോട്ട് വർക്കിന്റെ കാര്യം കൊണ്ട് എങ്ങനെയാ അപ്പൊ ആളെ കിട്ടി? ഇവന്റെ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചു. ഇവന്റെ ഗ്യാങ്ങിൽ ഓൾറെഡി ഞങ്ങളുണ്ട്. നേരത്തെ വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ കിട്ടിയപ്പോഴത്തേക്ക് ഒരുമിച്ച് കറക്റ്റ് ടീമിനെ എപ്പോഴാണ് കിട്ടിയത്? കറക്റ്റ് ടീമിനെ എപ്പോഴാണ് കിട്ടിയത്? ഇത് നിങ്ങളുടെ ശരിക്കും എത്ര പേരുണ്ട് ആ ഒരു ടീം എന്ന് പറയുമ്പോഴേക്കും? 12 പേരോളം ഉണ്ട്. ഇപ്പം ഗേൾസും ഉണ്ട്. എന്റെ വൈഫ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട് ശ്യാം. അവനിപ്പം എബ്രോഡ് പോയി. എന്റെ ഓളിനോളായിരുന്നു. അവന്റെ വൈഫുണ്ട്. ഈ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രണയവിവാഹമായിരുന്നോ? അതെ അതെ. അപ്പൊ ഇത് എന്താ പറയാ, റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണോ ചെയ്യുമായിരുന്നോ? അവർക്ക് ചെയ്യാനുള്ള കാലിബർ ഉണ്ടെന്ന്
എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ചതാണ്, ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പൊ അറിയാം എന്ത് കൊടുത്താലും ചെയ്യാനുള്ള ഒരു കാലിബർ ഉണ്ട്, അതെനിക്കറിയാം. അത് ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ കല്യാണത്തിന്റെ അന്നൊരു റീല് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? കല്യാണം ഫുള്ള് റീലായിരുന്നു. ഇതൊക്കെ എങ്ങനെ സമയം കിട്ടുന്ന ആ സമയത്ത്? നമ്മള് അവർക്ക് കംഫർട്ടായിരുന്നു ക്യാമറമാന്, നമ്മള് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു മാറുന്നുണ്ട്. നിങ്ങക്ക് പിന്നെ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, എന്ത് ചെയ്യണം. കഴിവുണ്ട്. നിങ്ങൾക്ക് ഈ പ്രാക്ടീസിനൊക്കെ നിങ്ങൾ എപ്പോഴാ സമയം കണ്ടെത്താ? ഒരു പ്രാക്ടീസും ഇല്ല, അങ്ങോട്ട് ചെല്ലുക ചെയ്യുക. സ്പോട്ടില്ല. ആണോ? അത്ര കഴിവുള്ളവരാ? സ്പോട്ട് എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടാ, ഞങ്ങളുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തട്ടിക്കൂട്ടുക. അതായത് ഇവര് ഇങ്ങനെ ചെയ്തു വെക്കുന്ന അബദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ ചോദിക്കാൻ? അപ്പൊ നിങ്ങൾ ഇവര് ചെയ്തു വെക്കുന്ന അബദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നീട് ഇങ്ങനെ ബ്ലൂപ്പർ ആയിട്ട് ഇവരെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. സമയമില്ല. ഇതെങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വേറെ സൺഡേ മാത്രമേ ഉള്ളൂ ഫ്രീ എല്ലാരും. അപ്പൊ എല്ലാ ഈ സൺഡേസിന് മാത്രമേ നിങ്ങളിൽ ആരാ മടി പിടിച്ചിരിക്കുന്നേ? ഇതൊക്കെ വിളിച്ചാ വരാൻ മടിയാരാ? അതാ ഫീൽഡ് ഔട്ട് ആയത്. അതുകൊണ്ടാണ് മടി പിടിച്ചിപ്പോ ആക്റ്റീവ് അല്ല, ആക്റ്റീവ് അല്ല, മടി പിടിച്ചിരിക്കും. വിളിച്ചാ വരൂല. ഭയങ്കര പാടാ വരാൻ. അതെന്താ ചെയ്യണമെന്നൊക്കെ അറിഞ്ഞൂടെ? പിന്നെ വരാത്തത് അങ്ങോട്ട് ചെല്ലാത്ത മനസ്സുണ്ട്, പക്ഷെ അവന് വരത്തില്ല അങ്ങോട്ട്. അപ്പൊ ഈ എന്താ പറയാ, നിങ്ങള് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കെ ഇതിനകത്ത് എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനെയുള്ളവരാണ്. സ്ലോ മോഷൻ മാസ് BGM ഒക്കെ ഇട്ട് വന്നാ കലക്കനാ. മാർക്കൊക്കെ ചെയ്ത് വെച്ചതാണ്. മാർക്ക് പക്ഷെ ഞങ്ങളെ അതെ ചീറ്റ് ചെയ്തു. പക്ഷെ ഞങ്ങള് അത് പക്ഷെ നല്ല എന്താ പറയാ രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഈ ആവേശം ആ ഒരു ഇത് ചെയ്തിട്ടുണ്ടല്ലോ, അത് കലക്കനായിരുന്നു കേട്ടോ. ഞാൻ അത് കണ്ടു, അത് അടിപൊളിയായിരുന്നു. അതും കൊറേ ഇതുപോലെ ആൾക്കാര് ഏറ്റെടുത്തൊരു റീലായിരുന്നു. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. രൂപമാറ്റമൊക്കെ ഉണ്ട്, മുടിയൊക്കെ. അതന്ന് ഇതിനു വേണ്ടി ചെയ്തതല്ലേ? അത് അങ്ങനെ അല്ലായിരുന്നല്ലോ മുടി നേരത്തെ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇടാൻ പറ്റും അതൊക്കെ ചെയ്യും. എന്ത് വേണം ചെയ്യും, എന്ത് കാണിക്കാൻ ഞങ്ങൾ റെഡിയാ. നല്ല ഔട്ട് കിട്ടിയാൽ മതി. അതും ആ ഒരു രീതി തന്നെയായിരുന്നു എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിട്ട്. ഇതിനകത്ത് പ്രത്യേകം പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? 2 ദിവസം ഷൂട്ട് ആയിരുന്നു. 2 ദിവസം ഷൂട്ട്, ആവേശം ഫുള്ള് തട്ടിക്കൂട്ടി ചെയ്ത് ഏറ്റവും കൂടുതൽ ചെയ്ത് മാർക്ക് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളൊരു അതാ ഞാൻ അതിന്റെ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അതേപോലെ തന്നെ സാകേത ഓഡിറ്റോറിയം ഞങ്ങളുടെ ഒന്നുമില്ല. ആ ബാർ സെറ്റ് ചെയ്യണം. അങ്ങോട്ട് കയറി ചെന്നപ്പോ അവിടെ നോക്കുമ്പോൾ റൗണ്ട് ടേബിളും കസേരയും എല്ലാം അവിടെ അതുപോലെ കിടക്കുന്നു. ബോട്ടിൽ മാത്രം കൊണ്ട് പറക്കി വെച്ചതേ ഉള്ളൂ. അതെവിടെ നിന്ന് കിട്ടി? ഞാൻ വിചാരിച്ചു ഞങ്ങള് തന്നെ എടുത്തു. ബോട്ടിലാട്ടിന്റെ പ്രശ്നമുണ്ട്. ആണോ? ബോട്ടിലാട്ട് ബോട്ടിലാട്ട് ചെയ്യാനേ. ദൈവമേ, തിരിച്ചങ്ങോട്ട് തന്നെ പോണ്ടേ? കൊഴപ്പൊന്നുമില്ല, പേടിയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് മാർക്കോടെ ഈ ഒരു റീക്രിയേഷൻ. ഒരു മത്സരം പോലെ വെച്ച് അത് നമുക്ക് ഒട്ടും ഞങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അത് എല്ലാരും വിജയികളാണ്. പക്ഷെ ഞങ്ങളുടെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അത് എങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഗ്യാരേജ് ഫുള്ള് ഞങ്ങൾ തീയിട്ട് എന്നുവെച്ചാ ഒരു മുതലാളിമാരെ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെന്നല്ല അവന്റെയൊക്കെ കഴിവ് കണ്ടിട്ടും ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എത്തിപ്പെടണോന്നൊക്കെ വെച്ചിട്ട് അവര് ആ കോടികൾ വിലയുള്ള ഒരു ഗ്യാരേജ് നിങ്ങൾ കത്തിച്ചോടാ പിള്ളേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അതുപോലെ ഒരു VFX കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യനെ ഞങ്ങൾ നിർത്തി കത്തിച്ച് അതുപോലെ കാര്യമായിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും VFX കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉറക്കുളച്ച് ചെയ്തിട്ട് അവസാനം ഒരു റിസൾട്ടും കിട്ടാതെ വന്നപ്പോ ഭയങ്കരമായിട്ട് വിഷമം വന്നു. അവരുടെ ഭാഗത്തുനിന്ന് എന്താ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുന്നുള്ള? സിനിമയുടെ പ്രൊമോഷൻ ആയിരിക്കും, ഓഫ് കോഴ്സ് അതായിരിക്കും ഉദ്ദേശം. പിന്നെ അവർക്ക് കൺഫ്യൂഷൻ ആർക്ക് ഫസ്റ്റ് കൊടുക്കണമെന്ന്. പക്ഷെ എല്ലാരും ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എല്ലാരും ചെയ്തു. ഫസ്റ്റ് എടുക്കണമെന്നുള്ള ഒറ്റ മൈൻഡിൽ ഞങ്ങൾ ചെയ്തത്. അതിനുള്ള റിസൾട്ട് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്വയം പൊക്കി പറയുമല്ല, ആ വർക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരാളെ എത്ര ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ഫീൽഡ് ഔട്ട് ആയാലും സമ്മാനം ഒരാളെ ചാക്ക് നനച്ച് ദേഹത്ത് ചുറ്റിയിട്ട് കത്തിച്ച്
സിനിമയിൽ ചിലപ്പോൾ VFX ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ അതുപോലെ ചെയ്തില്ല. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. അല്ലല്ല അത്രയും റിസ്ക് ഉള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോഴേക്കും ഉണ്ടല്ലോ ടെൻഷൻ ഉണ്ടാവുമല്ലോ കോഴ്സ് എന്തായാലും. അപ്പൊ ഇത് എങ്ങനെ, ഇത് എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് എന്തായിരിക്കും ചെയ്യാ? 10 ദിവസം എടുത്തത് ഷൂട്ട് ചെയ്യാൻ. ഒരു ദിവസം 1 സെക്കൻഡ് 2 സെക്കൻഡ് സാധനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ. അങ്ങനെ 10 ദിവസം. 2 സെക്കൻഡ് എടുക്കാൻ വാഗമണ് പോയി. 2 സെക്കൻഡ് എടുക്കാൻ വേണ്ടി. കോട കിട്ടാൻ പിന്നെ വെള്ളം മഴ പെയ്പ്പിക്കില്ല, വടിയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. മോട്ടറൊക്കെ വണ്ടിക്ക് തിരിച്ച് പൈപ്പ് ഒക്കെ കയറ്റിയിട്ടാ ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് അവിടെ ഒരു കുളം കണ്ടായിരുന്നു, ആ കുളത്തിൽ പൈപ്പ് ഇട്ടിട്ട് വെള്ളം അടിപ്പിച്ചു. ആ 1 സെക്കൻഡ്. ഇതിന്റെ സങ്കടം നിങ്ങൾ എങ്ങനെ തീർത്തത്? സങ്കടം ഇവൻ ഉണ്ണിമോന്തനെ മാനേരെ വിളിച്ച് ചീത്ത വിളിച്ചെന്ന് തോന്നുന്നു. ആണാന്ന് ഉണ്ണിയേട്ടനെ കണ്ടായിരിക്കും. നമ്മുടെ വലിയൊരു ഫാനാ. പുള്ളി ഭയങ്കര ബിഗ് ഫാനാ ഉണ്ണിമോന്തന്റെ. കണ്ടിട്ടുണ്ടോ ആളെ? അൺഫോളോ ചെയ്തോ നീ? അല്ല ചുമ്മാ ഉണ്ണിമോന്തൻ വിളിച്ച് ഇവനെ ചീത്ത വിളിക്കാൻ.